നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. ചൈന എന്നും നമുക്ക് ഒരു എനിഗ്മയായിരുന്നു, ഒരു പ്രഹേളികയായിരുന്നു. ചൈനയുടെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ, ചൈന എന്താണെന്ന് ചെയ്യണത്, എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്, അതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നും യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് ചൈനയെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒന്ന്, അത് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ് ചൈന. രണ്ടാമത്തത്, ഇത്രയധികം പോപ്പുലേഷനെ കേറ്റർ ചെയ്യാനുള്ള റിസോഴ്സസ് ഒന്നും ആ കൺട്രിയിലില്ല. സോ ദേ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. ചൈനയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ പോപ്പുലേഷൻ തന്നെയാണ്. ഈ ഒരു വലിയ പോപ്പുലേഷൻ ബേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചൈന ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് അവിടെ സെറ്റപ്പ് ചെയ്തതും വേൾഡിൻ്റെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറിയതും. രണ്ടാമത്തെ അവരുടെ സ്ട്രെങ്ത് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് കേപ്പബിലിറ്റി. അതായത് റോഡുകൾ, വലിയ ബിൽഡിങ്ങുകൾ, പോർട്ടുകൾ, അങ്ങനെയുള്ള വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവ് ചൈനയ്ക്കുണ്ട്. ഈ രണ്ട് സ്ട്രെങ്ത്താണ് ചൈന യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2030 2050 തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും സൂപ്പർ പവർ ആവുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു ഉദ്ദേശം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം 2013 ചൈനീസ് ലീഡർ സി ജിൻപിങ് വൺ റോഡ് വൺ ബെൽറ്റ് ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചത്. വൺ റോഡ് വൺ ബെൽറ്റ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോകത്തെ ഒരു 70-ലധികം കൺട്രികളിൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റോഡുകൾ, അതുപോലെ റെയിൽവേ, മറ്റ് എനർജി പ്രോജക്ട്സ്, പോർട്ടുകൾ, അങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ കൺട്രിയുടെയും മാർക്കറ്റുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഈ വേൾഡിനെ തന്നെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വലിയ മാർക്കറ്റാക്കി മാറ്റുക എന്നൊരു നല്ല ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളതെന്നാണ് ചൈന പറയുന്നത്. എന്നാൽ ഇതിന് വേറൊരു വശമുണ്ട്. അതാണ് ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി, അതായത് കടക്കാരനാക്കിയിട്ടുള്ള ഒരു ഡിപ്ലോമസി. ഇതിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പറമ്പുണ്ട്, അതിലൊരു വീടുണ്ട്. ചൈന ഒരു ബാങ്കാണ്, ആ ബാങ്കിൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. അപ്പോൾ ചൈന നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ പറമ്പൊക്കെ വെറുതെ എടുക്കല്ല, പറമ്പിൻ്റെ മൂലയിൽ നമുക്ക് ഒരു ചെറിയൊരു ബിൽഡിംഗ് പണിയാം, ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാം, വാടക കിട്ടും, അതിൻ്റെ പൈസയൊക്കെ ഞാൻ തരാം, അത് പണിയാനുള്ള ആൾക്കാരെ ഞാൻ തരാം, അതിൻ്റെ വാടക കിട്ടുമ്പോൾ കുറച്ചായിട്ട് അടച്ച് തീർത്താൽ മതി. പക്ഷെ ബിൽഡിംഗ് പണിഞ്ഞു കഴിയുമ്പോൾ അതിൽ വാടകക്കാരെ കിട്ടാണ്ട് വരാം, വിചാരിച്ച പോലെ ബിസിനസ് നടക്കണില്ല, നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ചടവ് പറ്റണില്ല. തിരിച്ചടവ് പറ്റാണ്ടാവുമ്പോൾ ചൈന ആ ബിൽഡിങ്ങും അതിരിക്കണ പറമ്പും എടുത്തുകൊണ്ട് പോകും. പിന്നെ ആ ബിൽഡിങ്ങിൽ ചൈനയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചൈന ചെയ്യാൻ പോണത്. അവിടെ മേ ബി ട്രേഡിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കാതിരിക്കാം, അതല്ലെങ്കിൽ ഒരു നേവൽ ബേസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈവൻ ഒരു മിലിറ്ററി ബേസ് വരെ ചൈന അവിടെ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ ചൈന ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കൺട്രീസിനും അവരുടെ ഒരു ചെറിയ പാർട്ട് നഷ്ടപ്പെടുകയാണ്. ചൈനയ്ക്ക് വേണ്ടി ചൈന അത് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതാണ് ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി. ഏഷ്യയിൽ മെയിനായിട്ട് ചൈന ഇടപെടുന്നത് ഒന്ന് പാകിസ്ഥാനിലും മറ്റേത് ശ്രീലങ്കയിലുമാണ്. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഹംബൻ ടോട്ട എന്ന് പറഞ്ഞ ഒരു പോർട്ട്, ഇന്ത്യക്ക് വളരെ അടുത്തായിട്ടുള്ള ഒരു പോർട്ടാണ്. അതിൻ്റെ കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്തത്, ഫൈനാൻഷ്യലി അവരെ എയ്ഡ് ചെയ്തത് ചൈനയാണ്. പക്ഷേ ആസ് എക്സ്പെക്റ്റഡ് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം കുറയുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തിരിച്ചടവ് ശ്രീലങ്കയ്ക്ക് പറ്റാണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ അവസാനം വേറൊരു വഴിയില്ലാണ്ട് വന്നപ്പോൾ ആ ഒരു പോർട്ട് ചൈനയ്ക്ക് തന്നെ ലീസിന് കൊടുത്തു ശ്രീലങ്ക. 99 കൊല്ലത്തിനാണ് അത് ലീസിന് ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിപ്പോൾ തിരിച്ച് ശ്രീലങ്കയ്ക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ അടുത്തായിട്ട് ഒരു നേവൽ ബേസാണ് ചൈന സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പാകിസ്ഥാനായിട്ട് വളരെ നല്ല റിലേഷനാണ് ചൈനയ്ക്കുള്ളത്, നമുക്ക് എല്ലാവർക്കും അതറിയാം. അവിടെ അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് സിപെക്, അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. നമ്മുടെ പാകിസ്ഥാൻ്റെ ഏറ്റവും സൗത്ത് എൻഡിലുള്ള ഒരു പോർട്ടാണ് ഗ്വാദർ പോർട്ട്. ആ ഗ്വാദർ പോർട്ടിനെ ചൈനയുടെ വെസ്റ്റേൺ സൈഡായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിപെക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമായിട്ട് ഗ്വാദർ പോർട്ടിൽ 40% സ്റ്റേക്ക് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ചൈന മേടിച്ചു. രണ്ടാമത്, ഇനി ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് റോഡ് വേസ് ആണ് കൺസ്ട്രക്ട് ചെയ്യണത്, രണ്ടാമത്തത് റെയിൽവേ, അതുകൂടാണ്ട് വേറെ പല എനർജി കൺസ്ട്രക്ഷൻസും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, 40,000 പാകിസ്ഥാൻ സിറ്റിസൻസിന് അതിൽ ജോലി കിട്ടും. ഒരു 80,000 ചൈനീസ് സിറ്റിസൻസിനാണ് ജോലി കിട്ടുമെന്ന് പറയണത്. ഇത് കൂടാണ്ട് ഇപ്പോഴും ഒരു ലോഡ് ഷെഡിങ് പോലെയുള്ള എനർജി ക്രൈസിസ് ഇടയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ.
അപ്പോൾ അവർക്ക് എനർജി ക്രൈസിസിന് ഒരു പരിഹാരമാവും. ഇതിൻ്റെ കൂടാണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻസും പിന്നെ പെട്രോളിയം പൈപ്പ് ലൈൻസും ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ഗ്യാസും ഓയിലും ഒക്കെ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ പോസിറ്റീവ് സൈഡും ഇതിനുണ്ട്. പക്ഷേ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2014 ഇത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന് പറഞ്ഞിരുന്നത് 42 ബില്യൺ US$ ഇതിന് ചെലവ് വരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അതിന് മൊത്തത്തിൽ ചെലവ് അവർ പറയുന്നത് $62 ബില്യൺ. ഇതൊക്കെ ചൈനയ്ക്ക് തിരിച്ച് അവർ അടയ്ക്കേണ്ട പൈസയാണ്. അത് പാകിസ്ഥാന് നോർമൽ സ്ഥിതിയിൽ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് ഇത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ഇപ്പോൾ അവർക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വന്നാൽ തന്നെ ഇതിലൊരു വലിയ സ്റ്റേക്ക് ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും. ഈവൻ ആ കൺസ്ട്രക്ട് ചെയ്ത റോഡിൽ, പാകിസ്ഥാനിലുള്ള റോഡിൽ തന്നെ പാകിസ്ഥാനിലെ വണ്ടികൾ പോകുമ്പോൾ ചൈനയ്ക്ക് അത് ടോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ നേട്ടം എന്ന് വെച്ചാൽ ഗ്വാദർ പോർട്ട് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന് അപ്പോൾ അവർക്കൊരു നേവൽ ബേസോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബേസോ വേണമെങ്കിൽ അവിടെ ഇന്ത്യക്ക് വളരെ അടുത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർട്ടിൻ്റെ കൺട്രോൾ കയ്യിൽ വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു ഗുഡ്സിൻ്റെ ട്രാവൽ കൺട്രോൾ ചെയ്യാൻ ചൈനയ്ക്ക് പറ്റും. ഒരുപാട് ഗുഡ്സും സപ്ലൈസും പോകുന്ന ഏരിയ ആണ്, ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു ഏരിയ കൂടെയാണ് ഈ പോർട്ട് പോണത്. അങ്ങനെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ വലിയൊരു പോർട്ട് അവരുടെ കയ്യിൽ വരുന്നുള്ളതാണ് ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ ഉപയോഗം ഇതിൽ കൂടെ. ആഫ്രിക്കയിൽ ഒരു നിയോ കൊളോണിയലിസം ആണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയും ചൈന എന്തായിരുന്നു അതാണ് ഇന്നത്തെ ആഫ്രിക്ക. അവർക്ക് വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ചൈന ആഫ്രിക്കനെ ഡിപ്പെൻഡ് ചെയ്യണത് മെയിനായിട്ട് അവരുടെ നാച്ചുറൽ റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ആഫ്രിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വുഡിൽ, മരത്തിൽ 70% പോണത് ചൈനയിലേക്കാണ്. ചൈനയുടെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഫാക്ടറീസിനോ വേണ്ട കോട്ടൺ അവർ സംഭരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. മാംഗനീസ് പോലെയുള്ള മിനറൽസ് അവരെടുക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. പകരം ആഫ്രിക്കയ്ക്ക് ചീപ്പായിട്ടുള്ള ചൈനീസ് ഗുഡ്സ് ആണ് കിട്ടുന്നത്. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൈന അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അതായത് അവിടെയുള്ള ഒരു 3 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഏത് റോഡ് എടുത്താലും 3 നിലയിൽ കൂടുതൽ പൊക്കമുള്ള ഏത് ബിൽഡിംഗ് എടുത്താലും അത് കൺസ്ട്രക്ട് ചെയ്തത് ഒരു ചൈന ബേസ്ഡ് ഫേം ആയിരിക്കും. 10,000-ൽ കൂടുതൽ ചൈനീസ് ഫേംസ് ഇപ്പോൾ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചൈനീസ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ആഫ്രിക്കയിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും ആഫ്രിക്കയിലെ ഇൻഡിജിനസ് പോപ്പുലേഷൻ ആയിട്ട് മിക്സ് ചെയ്യുന്നില്ല. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ചൈന ടൗണിലാണ് താമസിക്കുന്നത്. അവർക്കുള്ള സ്കൂൾസ് സെപ്പറേറ്റ് ആണ്, അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെൻറ്റ് സെപ്പറേറ്റ് ആണ്. ഈ ആഫ്രിക്കൻ പോപ്പുലേഷനെ അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലേക്ക് അവർ അടുപ്പിക്കുകയില്ല. സോ മുന്ന് ബ്രിട്ടൻ ചെയ്തിരുന്ന ഒരു കൊളോണിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ആഫ്രിക്കനോട് ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ചൈനയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് അവരുടെ ലേബർ വർക്ക്സ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. എല്ലാ ആൾക്കാരും ഒരു ലോവർ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ലോ സ്കിൽഡ് ലേബേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ചൈനയിൽ അവർക്ക് ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൈനയിലെ പല കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ബേസ് പതുക്കനെ ആഫ്രിക്കയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചീപ്പ് ലേബർ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഈ കമ്പനികളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു ആൾക്കാരെ. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ആഫ്രിക്കയിൽ ചെയ്യുന്ന ഇതുപോലെ പോർട്സും മറ്റ് ഡെവലപ്മെൻറ്റ്സും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് തിരിച്ചടവ് പറ്റുന്നില്ല ആഫ്രിക്കൻ കൺട്രീസിന്. ഇതിനൊരു ഉദാഹരണമാണ് ആഫ്രിക്കയുടെ ഒരു ചെറിയ കൺട്രിയാണ് ജിബൌട്ടി. ജിബൌട്ടി എന്ന് പറഞ്ഞ കൺട്രിയിൽ ചൈന ആദ്യമായിട്ട് അവരുടെ ഒരു മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്തു. അതായത് ചൈനയിലല്ലാണ്ട് ഔട്ട്സൈഡ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ടാണ് ചൈന അവർക്കൊരു മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്യണത്. അത് ഒരു ആഫ്രിക്കൻ കൺട്രിയിലാണ്. ആഫ്രിക്കയും ഏഷ്യയും പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും ചൈനയുടെ എൻക്രോച്ച്മെൻറ്റ് പതുക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യൂറോപ്പിലുള്ള പല പോർട്ടുകളിലും മേജറായിട്ടുള്ള സ്റ്റേക്സ് വാങ്ങിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പാർട്ടാവാൻ ചൈനയ്ക്ക് കഴിയും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചൈനയുടെ അനുവാദമില്ലാതെ ഇനി ട്രേഡൊന്നും യൂറോപ്പിലേക്ക് നടക്കില്ല. ഉത്തമ ഉദാഹരണം ഇതിന് ഇറ്റലിയാണ്. ഇറ്റാലിയൻ ബ്രാൻഡ്സ് എല്ലാ വേൾഡിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വിലയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഇറ്റാലിയൻ കമ്പനീസിൽ കുറേ സ്റ്റേക്ക് ചൈനീസ് കമ്പനീസാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് യൂറോപ്പിലേക്ക് പോർട്സ് വഴിയും ഈ ബിസിനസ്സുകൾ വഴിയും തന്നെയാണ് യൂറോപ്പിലേക്കും പതുക്കെ ചൈന എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ ഇന്ത്യ മാത്രമല്ല വേറെ എല്ലാ രാജ്യങ്ങളും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്.
ഓവറായിട്ട് ചൈനേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത് നമുക്ക്. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫുഡിനോ മെഡിസിനോ മെഡിക്കൽ റിലേറ്റഡ് എക്യുപ്മെന്റ്സിനെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടിരിക്കണം. ഇപ്പോൾ നാളെ തൊട്ട് ഞാൻ ചൈനയിൽ നിന്നുള്ള ഒരു സാധനം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കൊറോണയുടെ സമയമാണ്, വെന്റിലേറ്റേഴ്സ് ആവശ്യമുണ്ട്, മാസ്ക് ആവശ്യമുണ്ട്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണത് ചൈനയിലാണ്. ഇപ്പം ചൈനയിൽ നിന്നുള്ള ടീഷർട്ടോ അങ്ങനത്തെ ക്ലോത്ത്സ് ഒക്കെയാണ് ഒരു മാസം 2 മാസം കിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇപ്പം സപ്പോസ് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലും ഉണ്ടാക്കണത് ചൈനയിൽ നിന്നാണ്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ ആ മൊബൈൽ ഫോണിൽ കുത്തിയില്ലെങ്കിൽ നമുക്ക് ആർക്കും സമാധാനം വരില്ല. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കൺട്രീസും പതുക്കെ പതുക്കെ ചൈനയോടുള്ള ഡിപ്പെൻഡൻസി കുറച്ച് സെൽഫ് സഫീഷ്യൻ്റ് ആവണം. അത് മാത്രമാണ് നമുക്ക് നാളേക്കായിട്ട് ചെയ്യാനുള്ളത്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്തോളൂ, ഇമെയിൽ അയക്കാം. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.